വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്കുദ്ദീൻ പന്താവൂർ. ഈ ഒരു കുട്ടികളുടെ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു. മാഷാ അല്ലാ, എത്ര എത്ര സുന്ദരന്മാരായ മക്കളാണ്. ഈ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന റിസുവാനും 5ൽ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടിയും കഴിഞ്ഞ 3 വർഷമായിട്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ച തുക വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ നാസറുമാൻ ഖാനെ വിളിച്ച് ഏൽപ്പിക്കാൻ. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീട്ടിലുള്ള മക്കൾ ചിന്തിക്കുന്നതിൻ്റെ 100 കാതങ്ങൾക്കപ്പുറം പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് സ്വരൂപിച്ച് വെച്ച 500ൻ്റെയും 100ൻ്റെയും ഒക്കെ നോട്ടുകളും നാണയത്തുട്ടുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഏൽപ്പിക്കാണ്. നാസറുമാനുഖാനെ വിളിച്ചിട്ട് ഉപ്പ പറയാൻ എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ഒന്ന് വീട്ടിൽ വരണം എന്നുള്ളത്. നാസറുമാനുഖ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് ഭൂമി കൊടുക്കാമെന്ന് ഏറ്റൊരാളാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് 117-18 വീടുകൾ നിർമ്മിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. ജീവകാരുണ്യ പ്രവർത്തകരിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഈ വിവരം പങ്കുവെക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അള്ളാഹു ആ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ആരെങ്കിലും ഒക്കെ സമ്പന്നരായ ആളുകളുണ്ടെങ്കിൽ അവർ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി എടുത്തു വെച്ച പണം ഈ വയനാട് ദുരിതബാധിതർക്ക് കൊടുത്തതിന് സൗജന്യമായിട്ട് ഈ മക്കളെ ഒന്ന് ഉംറക്ക് കൊണ്ടുപോകാൻ ഒരു സൗകര്യം കൊടുത്തിരുന്നെങ്കിൽ അതൊരു വലിയ പുണ്യകരമായിരിക്കും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. ഈ ഒരു കുട്ടികളുടെ വിശേഷങ്ങളൊന്ന് കാണൂ. റിസ്വാന് 2ാം ക്ലാസ്സുകാരനും അമ്രീന് 5ാം ക്ലാസ്സുകാരിയാണ്. അവര് എന്നെ വിളിച്ചുകൊണ്ട് ആദ്യം അവരെ ഉപ്പാന്റെ വാട്സപ്പ് വോയിസിൽ ഇട്ടുകൊണ്ട്, മാനുക്ക നിങ്ങൾ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കേണ്ടതാണ്, കാരണം അവിടെ അപകടത്തിൽപ്പെട്ട ആ കുടുംബങ്ങൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഞാനും കുറെ പൈസ സ്വരൂപിച്ചിട്ടുണ്ട്, അത് അതിലേക്ക് കൊണ്ടുപോകണം, എവിടേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് ചോദിച്ചപ്പോ റിസ്വാനെ തെരഞ്ഞു വന്നാണ് ഞങ്ങൾ അവന്റെ വീട്ടിൽ. അല്ലേ, എന്താ പേര്? റിസ്വാൻ തന്നെ അല്ലേ? എന്താ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാശ്? ഇത് എത്ര കാലമായി സ്വരൂപിക്കൽ തുടങ്ങിയിട്ട്? 3 കൊല്ലായി. അപ്പൊ ഇത് എന്തിനു വേണ്ടിട്ട് സ്വരൂപിച്ചത്? ഇത് ഉംറക്ക് പോവാനായിരുന്നേ. അപ്പൊ വീഡിയോ കണ്ടപ്പോ പാവം തോന്നിയപ്പോ അത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ ചൂരൽമലയിലുണ്ടായ വയനാട്ടിലുണ്ടായ അപകടം കണ്ടപ്പോ കൊടുക്കാൻ തോന്നി അല്ലേ? അപ്പൊ ഇത് അപ്പൊ ഇനി ഉംറക്ക് പോകണ്ടേ? അതെങ്ങനെ പൈസ വേണ്ടേ? അള്ള എങ്ങനെങ്കിലും വഴി തരും. അല്ലേ? അപ്പൊ എന്റെ കുട്ടി പറഞ്ഞ വാക്കുണ്ടല്ലോ, അതായത് അള്ള എന്തേലും വഴി തരും, ഇനി അവനക്ക് ഉംറക്ക് പോകാനെന്നാ പറയണ്ടത്. അപ്പൊ ഈ കാശ് മനുക്ക എന്റെ വീട്ടിൽ ഞാൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുന്നേരാ, എവിടേക്കാ എത്തിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ വല്ലാത്ത മനസ്സിൽ സങ്കടം തോന്നിയപ്പോ വന്നതാ ഞാൻ റിസ്വാന്റെ വീട്ടിക്ക്. നമ്മുടെ ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മോട് വിട പറഞ്ഞു. ഒരുപാട് കുടുംബങ്ങൾ അതായത് ചികിത്സയിലും ക്യാമ്പിലൊക്കെയാണ്. അവർക്ക് വീട് എന്ന സ്വപ്നം, എല്ലാ വീടും സ്ഥലവും സൗകര്യങ്ങളൊക്കെ പോയി, കൂടപ്പറപ്പുകൾ പോയി, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരൊക്കെ. അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കല് നമ്മളെ കടമ. അവര് തളർന്നു കിടക്കുമ്പോൾ താങ്ങാവേണ്ട കടമ നമുക്ക്. അപ്പൊ ഇന്ന് നമ്മൾ 5 കോടി കൊടുത്ത അതിനെക്കാട്ടി പ്രതിഫലം അല്ലെങ്കിൽ അതിനെക്കാട്ടി മനസ്സാണ് നമ്മുടെ റിസ്വാന്റെ മനസ്സ്. അവൻ ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച പൈസ, അവന്റെ അതായത് ചുരൽമലയിലുണ്ടായ അപകടം കണ്ടപ്പോ, ആ വീഡിയോയിൽ കണ്ടപ്പോ അവന്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് ഈ പൈസ നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീടുണ്ടാക്കണോ കാര്യങ്ങളിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ റിസ്വാനെ? എത്രാം ക്ലാസ്സിലെ എന്റെ കുട്ടി? 2ാം ക്ലാസ്സില്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? അപ്പൊ നമ്മുടെ ചൂരൽമലയിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടി പ്രാർത്ഥിക്കുക. പഠിച്ചവർക്ക് സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ. അപകടത്തിൽപ്പെട്ടവർക്കൊക്കെ നമുക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ? തളർന്നു കിടക്കുമ്പോഴല്ലേ നമ്മൾ താങ്ങാൻ വേണ്ടി. അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാ ഐശ്വര്യം പഠിച്ചം തരട്ടെ. ഇത് റിസ്വാന അല്ലേ? അമ്രിക്ക് എന്താ ഇങ്ങനൊക്കെ മനസ്സ് തോന്നാൻ കാരണം? അത് അവര് മണ്ണിടിച്ചില് വീഴുമ്പോ എനിക്കൊരു വിഷമം വന്നപ്പോ ഞാൻ ഒരു 17-20 വർഷങ്ങൾക്ക് മുൻപ് മിനായിൽ ഹജ്ജ് ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ആരാവണമെന്ന് ആഗ്രഹം? ഡോക്ടർ ആയാല് പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കും? ഞാന് അവർക്ക് നല്ല ചികിത്സ നൽകി, മരുന്നൊക്കെ കൊടുത്ത് നല്ല ഡോക്ടറായിട്ട് അവരൊക്കെ സംരക്ഷിക്കും അല്ലേ? അപ്പൊ ആരാവണം നിന്റെ കുട്ടിക്ക്?
ഒരു നഴ്സാണ്. എന്താ നഴ്സാകാൻ കാരണം? അത് ഇങ്ങനെ നമ്മള് മരുന്നെടുത്ത് സഹായിക്കുമ്പോ എല്ലാവർക്കും ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അവരും നമ്മളെ പോലെ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. അല്ല, നമ്മൾ ഈ സഹായിക്കുന്നതില് ജാതിയോ മതമോ ഒക്കെ നോക്കുവോ? ജാതി മതം ഒന്നും നോക്കൂല്ലോ. മനുഷ്യനല്ലേ നമ്മൾ സഹായിക്ക. അതിന്റെ കുട്ടി പറഞ്ഞ മനൊക്കെ പറഞ്ഞ് മനസ്സിലായ? ഏത് ജീവിയായാലും ഏത് മനുഷ്യനായാലും സഹായിക്കും. കായ്ക്കോട്ടടാ കുഞ്ഞേ, ഇതാണ് പൗരട്ട. ഏത് മനുഷ്യനായാലും ഏത് ജീവിയായാലും നമ്മൾ സംരക്ഷിക്കും എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ മക്കൾ. ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക, നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഇങ്ങനെയുള്ള മക്കളെ സമ്പാദിക്കലാണ്. അവന്റെ കുഞ്ഞു മനസ്സിൽ തന്നെ അവന്റെ ഉമ്മ പറഞ്ഞതും അവന്റെ വല്യമ്മ പറഞ്ഞതും പാവങ്ങളെ സഹായിക്കാൻ. കാരണം ചെറിയൊരു കൊച്ചു വീടാണ് അവര്, അല്ലാതെ വലിയ സമ്പന്നരൊന്നല്ല. ഇതാണ് അവരെ വീട്. മുകളിൽ ചെറിയ ഒരു വീടുണ്ട്. അതാണ് ഈ കൊച്ചു വീട്ടിലുള്ള വലിയ സമ്പന്നത ഉള്ള വലിയ മനസ്സിന്റെ ഉടമസ്ഥനായ റിസ്വാൻ അല്ലേ. റിസ്വാൻ മനുക്കാന്റെ ഭാഗം ഒരു ബിഗ് സല്യൂട്ട്. ഈ കാശ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണ്ടേ? നമ്മളെ വയനാട്ടിൽ മണ്ണിടിച്ചു വീണതിന് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് നിർമ്മിക്കാൻ അല്ലേ. അപ്പൊ അത് നമ്മൾ പൊളിച്ചു തന്നാല് അല്ല, പൊളിച്ച് നമ്മൾ തൊണ്ട് പൊളിച്ചിട്ട് ആ പൈസ വയനാട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷം കൊണ്ട്, നമ്മൾ ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് ദുഃഖം കൊണ്ട് കണ്ടെന്നറിയും, ചിലത് നമ്മൾ സന്തോഷം കൊണ്ട് കണ്ടെന്നറിയും. ഈ കുട്ടികൾ എവിടെയുള്ളവരാണെന്നോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡീറ്റെയിലുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നാസർ മാനുക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൂടി പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇത്രയും നല്ല കുറേ മനുഷ്യർ യാതൊരുവിധ എന്താ പറയുക ഈ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്നോ ആഗ്രഹമില്ലാതെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ് ഈ നാസർ മാനുക്ക. അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പറോ പേഴ്സണലായിട്ട് ഒരു പരിചയമില്ല കേട്ടോ. ഇനിവൻ ആ നാസർ മാനുക്കാൻ്റെ ആളായതുകൊണ്ട് വീഡിയോ അതൊന്നുമല്ല. നാസർ മാനുക്ക എന്നൊക്കെ ഞാൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന അറിവല്ലാതെ എനിക്ക് ആ മനുഷ്യനെ അറിയില്ല, നമ്പറും അറിയില്ല. പക്ഷേ ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അറിയുന്ന ഒരാളാണ്. അപ്പം അത്തരമൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ അതിനോളം വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? അപ്പോൾ ആ ഒരു കുട്ടികളുടെ കുടുക്ക അവർ സ്വരൂപിച്ച പണം പൊട്ടിച്ചു വെച്ചിട്ട് അത് നാസർമാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ജാതി മത ഭേദമന്യേ ഒരുപാട് പേര് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നുള്ളത്. ഈ കുട്ടികൾ തന്നെ പറഞ്ഞ മറുപടി കണ്ടില്ല നിങ്ങൾ? അവൾക്ക് ഡോക്ടറാവണം, ഡോക്ടറായിട്ട് ആളുകളെ സൗജന്യമായിട്ട് സേവനം ചെയ്യണം എന്നാണ് പറയുന്നത്. അവനക്ക് നഴ്സാവണം. ഈ കുട്ടികളൊക്കെ നല്ല വിഷനുള്ള കുട്ടികളാട്ടോ. മാഷാ അല്ലാഹ്, രക്ഷിതാക്കൾക്ക് അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. കാരണം അവരത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതാണ്. വലിയ സമ്പന്നരൊന്നുമല്ല. ആ വീട് കണ്ടാൽ അറിയില്ലേ, സാധാരണ മിഡിൽ ക്ലാസ്സിനും താഴെയുള്ളൊരു കുടുംബം. പക്ഷെ ആ മക്കളെ വളരെ നല്ല രൂപത്തിൽ അച്ചടക്കത്തോടു കൂടി മാതാപിതാക്കൾ വളർത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ആ മക്കളെ അഭിമാനിക്കാൻ ഇപ്പോൾ ചിലർക്കൊക്കെ തോന്നും വളരെ ചെറിയൊരു പക്ഷത്തിന് എന്നാൽ പിന്നെ ഇത് ആരും അറിയാണ്ട് സഹായിച്ചാൽ പോരെ. ചില സഹായങ്ങൾ നാട്ടുകാർ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു പ്രചോദനം ഉണ്ട്, പടച്ചോനെ അവരും കൊടുത്ത് എന്നാൽ പിന്നെ നമുക്കും കൊടുക്കാം. നമ്മുടെ ഇന്നമല്ലാമാലും ഭിന്നിയാത്തതാണ്. നമ്മുടെ ഉദ്ദേശം നന്നായാൽ തന്നെ ബാക്കി അള്ളാഹ് സ്വീകരിച്ചോളും. ഇനി എത്തരങ്ങൾ ആരും കാണിക്കാതെ കൊടുക്കണതിൻ്റെ ഉദ്ദേശത്തിൽ വേറെ ഇതാണെങ്കിൽ, ഓൻ്റെ നീയത്ത് വേറെ ആണെങ്കിൽ പിന്നെ അപ്പം അതുകൊണ്ട് എന്താ നേട്ടമുള്ളത്? അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് ഉംറ നിർവഹിക്കുക എന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസിയുടെ ഉള്ളിൽ അത്തരം എടുത്തേക്കണതാണ്. ആ എടുത്തേക്കണ തുക അവനവൻ്റെ വീട്ടിൽ അസുഖം വന്നാൽ പോലും ചിലവഴിക്കാത്തവരുണ്ട്. ഞാൻ ഉംറക്ക് മാറ്റി വെച്ച തുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ അത്രയും നല്ല കരുതലോട് കൂടി വളരുന്ന മക്കൾ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ അവർക്ക് പലതിനും വേണ്ടി എടുത്തു വെച്ചിട്ട് അത് ഉപയോഗിച്ച് വേറെ ചിലവഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ വളരെ വലിയൊരു എം പി സുനീർ എം പി, ഞാൻ പേരെന്നെ പറയാം. അദ്ദേഹം അയാളുടെ മകളുടെ കല്യാണം കുറ്റിപ്പുറത്തുള്ള ഒലീവ് എന്ന് പറയുന്ന വളരെ ലക്ഷറി മണ്ഡപത്തിലാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ആ കല്യാണം ക്യാൻസൽ ചെയ്തിട്ട് ചെറിയൊരു ചടങ്ങാക്കി മാറ്റി ആ തുക എവിടേക്ക് കൊടുത്ത്? വയനാട് ദുരിതാശ്വാസത്തിൽ കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു തോന്നലാണ്. ആ തോന്നലുണ്ടാവുക എന്നുള്ളതാണ് സഹായിക്കാനുള്ളൊരു മനസ്സ്. അപ്പോൾ അള്ളാഹു ആ ഒരു കുട്ടികൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, പഠനത്തിലും അവരുടെ ദുനിയാവിനും ദീനിനുമൊക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റട്ടെ. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.